റയൽ മാഡ്രിഡ് ജയിച്ചിരിക്കുന്നു. എംബാപ്പെ ഗോളടിച്ചു, അസൻസിയോ ഗോളടിച്ചു. പക്ഷേ റയൽ മാഡ്രിഡിന് ഇപ്പോൾ ഒരു താളം തെറ്റിയ അവസ്ഥയെന്ന് വേണം പറയാൻ പറ്റും നമുക്ക്. സ്വന്തം ഫാൻസ് സ്വന്തം സ്റ്റേഡിയത്തിൽ കൂവി വിളിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം റയൽ മാഡ്രിഡ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തം വിനീഷ്യസ് ജൂനിയർ, ബെല്ലിംഗ്ഹാം, അങ്ങനെയുള്ള എംബാപ്പെ അങ്ങനെയുള്ള പ്ലേയേഴ്സിനെല്ലാം കൂവി വിളികളാണ്. ഇപ്പം മെയിനായിട്ട് പ്രശ്നം മാനേജറാണ്. നല്ലൊരു മാനേജറിനെ കൊണ്ടുവരണം. അതിപ്പോൾ ഒരു മെയിൻ പ്രശ്നമാണ്. ഇപ്പോൾ റയൽ ക്ലോപ്പിനെ കൊണ്ടുവരുമെന്നൊക്കെയാണ് കേൾക്കുന്നത്. അതൊന്നും ആയിട്ടില്ല. എന്തായാലും നല്ലൊരു മാനേജർ വന്നില്ലെങ്കിൽ റയലിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും. എന്തായാലും നല്ലൊരാൾ വന്ന് സെറ്റായിട്ട് ടീം പോട്ടെ. ഈ സീസൺ ഇനിയും ലാലിഗ ഇനിയും നോക്കണ്ടെന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാർസയായിട്ട് പൊട്ടിയാണ് ഇപ്പം മെയിൻ പ്രശ്നം എല്ലാവർക്കും. പിന്നെ മാനേജർ ഇഷ്യൂ, സാവിയെ പുറത്താക്കി, എല്ലാം കൊണ്ട് ഇപ്പോൾ ഒരു മോശം അവസ്ഥയിൽ കൂടാണ് ഇപ്പോൾ റയൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെന്തായാലും മാറട്ടെ, എല്ലാം നല്ലൊരു ഇത് വരട്ടെ. ചാമ്പ്യൻസ് ലീഗാണ് ഒരു പ്രതീക്ഷ. നെക്സ്റ്റ് സൗദിയിലോട്ട് പോകാം. അൽ നാസർ ജയിച്ചിരിക്കുന്നു, പക്ഷെ 3-2 എന്നുള്ളൊരു സ്കോറിലാണ് ജയിച്ചിരിക്കുന്നത്. കൂമാൻ്റെ ഒരു ബൈസൈക്കിൾ ഗോളുണ്ട്, അത് മാറ്റി വെച്ചാൽ വലിയ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു എന്നാണ് പറയാനീസ്. നല്ല ഇപ്പോൾ എത്രയാവും 4 പോയിൻറ്റിൻ്റെ ഗ്യാപ്പും കണ്ടാണ് അൽ ഹിലാലായിട്ടുള്ളത്. എന്തായാലും ഈ സീസൺ ഇനി നോക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇനി അവർ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അൽ ഹിലാൽ. അപ്പം ഈ സീസണിൽ റൊണാൾഡോയ്ക്ക് കപ്പ് കിട്ടുമോ ഇല്ലയോ, അതോ ഗോൾഡൻ ബൂട്ട് മാത്രം. ഇപ്പോൾ ഗോൾഡൻ ബൂട്ട് റേസ് ഒന്നാണ് റൊണാൾഡോ, അതല്ലാതെ വേറൊന്നും ഇപ്പോൾ പ്രത്യേകിച്ച് നടക്കുന്നില്ല. അടുത്തവരാണ് പ്രീമിയർ ലീഗ്. നമ്മുടെ മാഞ്ചസ്റ്റർ ഡെർബിയിൽ നമ്മുടെ യുണൈറ്റഡ് ജയിച്ചിരിക്കുന്നു. പട്ടക്കം കളിയായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല യുണൈറ്റഡ് ജയിക്കുന്നു. നല്ല നൈസ് കളിയാണ്. കാരണം ആ ഒരു 4-5 ഗോൾ അടിക്കുക, ഓഫ് സൈഡും കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച ഒരു കിടിലം പെർഫോമൻസ് കാഴ്ചവെക്കുന്നൊരു ഇതാണ് നമുക്ക് യുണൈറ്റഡിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചത്. ഒരു സന്തോഷം വരുത്തുന്നൊരു കാര്യമായിരുന്നു. ക്ലീൻ ഷീറ്റോടെ കൂടെയാണ് യുണൈറ്റഡ് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യുക, ഫോളോ, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ.